രാഷ്ട്രീയത്തിൽ കൃത്യമായ ഒരു നീക്കം നടത്തിക്കൊണ്ട് മുന്നേറുന്ന ഒരു ഒന്നാന്തരം നേതാവായി ചാണ്ടിയുമ്മൻ മാറിയിരിക്കുന്നു. മാങ്കൂട്ടമടക്കമുള്ള നേതാക്കൾക്കെതിരെ പല കഥകളും പടച്ചുവിട്ട് വീട്ടിലിരുത്താൻ നോക്കിയപ്പോഴും ചാണ്ടിയുമ്മന്റെ രോമത്തിൽ തൊടാൻ ഇക്കൂട്ടർക്കായില്ല. കാരണം അതിനും മുകളിലേക്ക് ചാണ്ടിയുമ്മൻ വളർന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് 3000 വീട് കയറി വോട്ടുറപ്പിച്ച് റെക്കോർഡിട്ടു. ഇനി കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് ബിന്ദു എന്ന വീട്ടമ്മ കൊല്ലപ്പെട്ടപ്പോൾ അവിടെ മുന്നും പിന്നും നോക്കാതെ ആരോഗ്യമന്ത്രി അടക്കമുള്ളവരെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിൽ കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനും ചാണ്ടിക്കായി. കഴിഞ്ഞ ദിവസം പാതിരാത്രി തെരുവ് മുഴുവൻ ഒരു പടയെ തന്നെ ഇറക്കിക്കൊണ്ട് പോലീസിനെ പോലും വളഞ്ഞു ചുറ്റിക്കൊണ്ടുള്ള പ്രകടനമാണ് ചാണ്ടിയുമ്മൻ കാഴ്ചവെച്ചത്. ആ വീഡിയോ ഒന്ന് കാണാം. राहुल गांधी जिंदाबाद, राहुल गांधी जिंदाबाद, राहुल गांधी जिंदाबाद, राहुल गांधी जिंदाबाद, राहुल गांधी രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് വധഭീഷണിയിൽ പ്രതിഷേധം, 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 പ്രതിഷേധം. ഈ ബാലാസ് മുൻഷിയും സമാദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും KPCCയുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫും UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശും MLA-മാരും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും KPCC ഭാരവാഹികളും നേതൃത്വം നൽകുന്ന പ്രതിഷേധ മാർച്ച് ഇതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു.